തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന് വടക്കൻ ജില്ലകൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ ജില്ലകളിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ കലാശക്കൊട്ടിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. നമുക്ക് ആദ്യം മലപ്പുറത്തെയും പാലക്കാട്ടെയും വിശേഷങ്ങൾ അന്വേഷിക്കാം. മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഇനിയുള്ള വടക്കൻ ജില്ലകളിലെ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. എങ്ങനെയാണ് ആ കലാശക്കൊട്ട് ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു? നാളെ നിശബ്ദ പ്രചാരണം, അതിനുശേഷം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കും. അതിനുശേഷം 13-ാം തീയതി വിധി അറിയാം. കേരളത്തിലെ മൊത്തത്തിലുള്ള വിധി 13-ാം തീയതി അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായി വലിയ രീതിയിലുള്ള പ്രചാരണത്തിലായിട്ട് എല്ലാ മുന്നണികളും NDA ആണെങ്കിലും ശക്തമായ പ്രചാരണമായിരുന്നു. പ്രത്യേകിച്ച് ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ ശക്തമായ പ്രചാരണവുമായി എല്ലാ മുന്നണികളും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഭാഗമായി അതിന്റെ റോഡ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാർഡുകളും ഡിവിഷനുകളും നടക്കുന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 122 വാർഡുകൾ ഉൾപ്പെടെ 122 ഇടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. വാർഡുകളും ഡിവിഷനുകളും നടക്കുന്നത് 122 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇത്രയും വലിയ ഒരു ജില്ല, കൂടുതൽ ഡിവിഷനുകളും വാർഡുകളും ഉള്ള ഒരു ജില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിശാലമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഉണ്ടായിരുന്നു. പലപ്പോഴും ഇവിടെ ഒരു വർഗീയത പ്രചാരണമാണ് ഉണ്ടായിരുന്നു. ഇടത് വലത് മുന്നണികൾ പലപ്പോഴും നമുക്കറിയാം. മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയായിരുന്നു. അതിലുള്ള ഈ ഒരു മാസക്കാലത്ത് വലിയ ചർച്ചയും പോലുള്ള മത ഇസ്ലാമി കൂട്ടുകെട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമി UDF ബന്ധം അടക്കമുള്ളവ വലിയ ചർച്ചയായിരുന്നു. ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അടക്കമുള്ളതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വർഗീയത ഒരു പ്രധാന ആയുധമാക്കിക്കൊണ്ടാണ് ഈ മലപ്പുറം ജില്ലയിൽ ഉടനീളം LDF എല്ലാത്തിലെ പ്രചാരണം ശക്തമാക്കിയിരുന്നത്.